എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഗോഡസ് ടാരോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് ഇതാണ് ഇന്നിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് എത്തുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആകുന്നതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ 100% റെസനേറ്റ് ആകണമെന്നില്ല. ഈ ഒരു റീഡിങ്ങിൽ വരുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക, മറ്റ് കാര്യങ്ങൾ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പം നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റീഡിംഗ് കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക. വളരെ റിലാക്സ്ഡ് ആയിട്ട് വേണം ഈ ഒരു റീഡിംഗ് കാണാനായിട്ട്. മറ്റ് കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആകാതെ ഈ ഒരു റീഡിങ്ങിൽ ഫുള്ളി എൻഗേജ്ഡ് ആയിട്ട് ശ്രദ്ധിച്ച് ഈ ഒരു റീഡിങ് കാണാനായിട്ട് ശ്രമിക്കുക. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ്? ഹെർമിറ്റ്, കിങ് ഓഫ് കപ്സ്, 4 ഓഫ് കപ്സ്, ജഡ്ജ്മെൻറ്റ് വന്നിട്ടുണ്ട്, ഹെയറോഫന്റ്, Hanged Man, 2 of Cups, Death. ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 6 ഓഫ് പെൻറ്റക്കിളിൻ്റെ കാർഡാണ്. ഇവിടെ നമുക്ക് ക്ലാരിഫിക്കേഷൻ കൂടി നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ആൻഡ് തോട്ട്സ് നിങ്ങളോട്. ഹെർമിറ്റിന് വന്നിരിക്കുന്നത് ബർഡൻ ആണ്. Completion, 4 of Cups, celebration, judgment, possibilities, Hierophant, ordinariness, Hanged Man, dream, 2 of Cups, outsider, death, പ്രൊജക്ഷൻസ്. ഇന്നസെൻസ് ആണ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാർഡ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് റീഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണ് ഇപ്പോഴുള്ള കറണ്ട് ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബർഡൻ ആൻഡ് ഹെർമിറ്റ് എനർജിയാണ് വന്നിട്ടുള്ളത്. അതായത് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ ഒരു ഇമോഷൻസ് ഷെയർ ചെയ്യാനായിട്ട് നല്ല രീതിയിൽ അവർക്ക് ഫുള്ളി ആ ഒരു ഇമോഷൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ ബ്ലോക്ക് ചെയ്യുന്നു, നിങ്ങളിലേക്ക് വരുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചും ഒരുപാട് ആങ്സൈറ്റി, ലോൺലിനെസ് ഒക്കെ അവർക്ക് ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഉത്കണ്ഠകൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതെന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരുടെ ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ ഒക്കെയുള്ളൊരു പേഴ്സൺ, ഒരു തേർഡ് പേഴ്സൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ഇതിനകത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഓവറായിട്ട് ഇടപെടുന്നു എന്നുള്ളതിൽ ഇവർക്കൊരു ആശങ്കയുണ്ട്. ഇവർക്ക് അതിനകത്തൊരു വിഷമമുണ്ട്. ചിലരെ സംബന്ധിച്ച് വളരെയധികം കുറ്റപ്പെടുത്തലുകൾ അവർക്ക് ലഭിക്കുന്നതായിട്ടോ അവരുടെ ഭാഗത്ത് എന്തൊക്കെയോ തെറ്റുകളുണ്ടെന്ന് അവർ സ്വയം ചിന്തിക്കുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും റെസ്പോൺസിബിലിറ്റീസും അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നതിൽ തടസ്സങ്ങളും ഇവർക്ക് ഫീൽ ചെയ്യുന്നു. ഇവർക്ക് നേരിടേണ്ടി വരുന്നു, ഫേസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് ഇവിടെ അവർക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നിങ്ങൾ തമ്മിൽ അവിടെ ഒരു അഭിപ്രായമില്ലാതെ ഒരു സ്വരച്ചേർച്ചയില്ലാതെയൊക്കെ പോകുന്നതും ആ ഒരു വ്യക്തി ഇപ്പോൾ മാനസികമായിട്ടുള്ള വിഷമത്തിലൂടെയൊക്കെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പക്ഷേ എങ്കിൽ തന്നെയും നിങ്ങളോടുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് കുറയുന്നില്ല. ഇവിടെ ഹെർമിറ്റ് എനർജി, ഈ 2 കാർഡ്സ് നിങ്ങൾ നോക്കിയാലും അറിയാം, നിങ്ങളാണ് അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രകാശവും എല്ലാ സന്തോഷവും എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. ഈ ഒറ്റപ്പെട്ട് നിൽക്കുന്ന
അല്ലെങ്കിൽ ഈ വിഷമഘട്ടത്തിലൂടെ അവർ പോകുന്നുണ്ടെങ്കിലും, ഇപ്പോൾ ആ ഒരു ലൈഫിൽ അവർ വിഷമഘട്ടത്തിലൂടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഏറ്റെടുത്ത് അവർ പോകുന്നുണ്ടെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവരിൽ എപ്പോഴും ഉള്ളതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇപ്പോൾ അവരുടെ ലൈഫിൽ ഒരു പക്ഷേ ഫാമിലിയിലെ സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കറണ്ട് ലൈഫിൽ മറ്റുള്ളവരുടെ ഉത്തരവാദിത്തങ്ങൾ, ഒരുപക്ഷെ പേരൻസിൻ്റെ അല്ലെങ്കിൽ ഫാമിലിയുടെയോ അല്ലെങ്കിൽ സഹോദരങ്ങളുടെയോ ഒക്കെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് പോകേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് അവരിപ്പോൾ പോകുന്നത്. അപ്പോൾ ഈ ഒരു സമയം അവർ ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് പോകുമ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് അവർ മുന്നോട്ട് നയിക്കുന്നത്, അവരെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ അടുത്തതായി വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സ് ആൻഡ് കംപ്ലീഷൻ ആണ്. അതായത് ഇവിടെ ഇപ്പോൾ ഇമോഷണലി അവർ ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ഇമോഷണലി ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ അവർ കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡിലൂടെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ഒത്തിരി ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഓൾറെഡി ഉള്ള റെസ്പോൺസിബിലിറ്റി, ഓൾറെഡി ഉള്ള ഉത്തരവാദിത്തങ്ങൾ അതിനകത്ത് അവർ മുഴുകിയിരിക്കുമ്പോഴും അല്ലെങ്കിൽ അതിനകത്ത് അവർ പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ടിരിക്കുമ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് അവർ ജീവിക്കുന്നത് എന്ന് ഇവിടെയും കാണുന്നുണ്ട്. അതായത് നിങ്ങളുമായി ചേർന്നൊരു ലൈഫാണ് അവർക്കൊരു കംപ്ലീഷൻ നൽകുന്നത്, ഒരു പൂർണ്ണത നൽകുന്നത് എന്നവർ എപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുമായിട്ടുള്ള ഒരു യൂണിയന് വേണ്ടിയിട്ടാണ് ആ ഒരു വ്യക്തി ഇപ്പം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ ഒരു യൂണിയന് വേണ്ടിയിട്ട് ഇപ്പോൾ അവരുടെ ലൈഫിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലൂടെ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ചലഞ്ചസിനെ, വെല്ലുവിളികളെയൊക്കെ വളരെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോയി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു പൂർണ്ണത കൈവരിക്കണം എന്നാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 4 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ അവരെപ്പോഴും സെലിബ്രേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അവരെപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങളുമായിട്ട് ചേർന്നുള്ള ഒരു യൂണിയൻ, ഒരു സെലിബ്രേഷൻ, നിങ്ങളുമായി ചേരുമ്പോഴാണ് അവരുടെ ജീവിതം ഒരു ഉത്സവത്തിന് തുല്യമായിട്ട്, ഒരു ആഘോഷത്തിന് തുല്യമായിട്ട് മാറുന്നതെന്ന് അവരെപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ നിരാശയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും ദൈവം നിങ്ങളുമായിട്ടുള്ള ഒരു യൂണിയന് വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കൊണ്ടുതരും എന്നുള്ളൊരു വിശ്വാസം അവരിലുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുമായിട്ടുള്ളൊരു റീയൂണിയനും ഒരു സെലിബ്രേഷനും ഒരുമിച്ചുള്ളൊരു ഹാപ്പിനെസ്സും ഒക്കെയാണ് അവരെപ്പോഴും ഡ്രീം ചെയ്യുന്നത്. പക്ഷേ അവർ ഇപ്പോൾ കാണുന്നത് കുറച്ചൊരു സിറ്റുവേഷൻ, കുറച്ച് നിരാശയിലൊക്കെ കഴിയുന്നുണ്ട്. പക്ഷേ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. ആ ഒരു നിങ്ങളുമായിട്ടുള്ള യൂണിയന് വേണ്ടിയിട്ട് ഡിവൈനായിട്ട് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു അവസരം ദൈവം കൊണ്ടുതരും എന്ന് അവർ പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അവർ യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്, ദൈവത്തിൽ സറണ്ടർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ പോയിരുന്നാലും അവരുടെ പ്രതീക്ഷകൾ നശിച്ചതായിട്ട് ഇവിടെ കാണുന്നില്ല. അവർ കൂടുതൽ പ്രതീക്ഷയോട് കൂടിയിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു യൂണിയനും സെലിബ്രേഷനുമായിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ കാണുന്നത് ജഡ്ജ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പോസിബിലിറ്റീസാണ്. അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അനുകൂലമായിട്ടുള്ളൊരു വിധി ദൈവം നിർണ്ണയിക്കും. പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരും. ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതായിട്ടുള്ള എല്ലാ വെല്ലുവിളികളും ആ ഒരു വിഷമഘട്ടങ്ങളും ഒക്കെ മാറി ഏറ്റവും നല്ല അവസരങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് റിയൂണിയന് വേണ്ടിയിട്ടും ഒരുമിച്ച് നല്ലൊരു ലൈഫ് ലോങ് അല്ലെങ്കിൽ മുന്നോട്ട് നല്ലൊരു പുതിയൊരു ജേർണി, പുതിയൊരു തുടക്കത്തിന് വേണ്ടിയിട്ടും പുതിയൊരു യാത്ര തുടങ്ങാനായി, ഈ റിലേഷൻഷിപ്പ് തുടങ്ങി വയ്ക്കാനായി അതിനുള്ള പോസിബിലിറ്റീസ്, അതിനുള്ള അവസരങ്ങൾ ദൈവമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരും, അല്ലെങ്കിൽ ദൈവമായിട്ട് ആ ഒരു ജഡ്ജ്മെൻറ്റ് കൊണ്ടുതരും എന്ന് അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർ ഡിവൈനുമായിട്ട് ഇപ്പോൾ കണക്റ്റഡ് ആയിരുന്ന് ആ ഒരു പോസിറ്റീവ് ചേഞ്ചിന് വേണ്ടിയിട്ട്, പോസിറ്റീവായിട്ടുള്ളൊരു ഷിഫ്റ്റിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഷിഫ്റ്റിന് വേണ്ടിയിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ചില വ്യക്തികൾ ഇവിടെ ചിലരുടെ ഇടപെടലുകൾ മൂലം ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ലൊരു ഷിഫ്റ്റിലേക്ക്, നല്ലൊരു രീതിയിലേക്ക് മാറുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന ചലഞ്ചസ് ഒക്കെ മാറ്റി വളരെ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകാനായി എന്ത് പോസിബിലിറ്റീസ് ആണ് ഉള്ളതെന്ന് അവർ വളരെയധികം ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള വഴികൾ അവർ തന്നെ കണ്ടെത്തുന്നതായിരിക്കും. മറ്റുള്ളവരുടെ ഹെൽപ്പോട് കൂടിയിട്ട് അവർ നടപ്പിലാക്കുന്നതായിട്ടും കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യം അവർ തീരുമാനിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ ഇവിടെ ഹെയർഫിൻ്റ് ആണ്, ഓർഡിനറിനെസ് ആണ്. ഈ ഒരു വ്യക്തി മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു അഡ്വൈസ് തേടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെയും നിങ്ങളെയും ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് കൊണ്ടുപോകാനാണ് ഈ വ്യക്തി ഇപ്പം ആഗ്രഹിക്കുന്നത്. സൊസൈറ്റിയിലും മറ്റുള്ളവരുമൊക്കെ അംഗീകരിക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ നിങ്ങൾ മാനസികമായിട്ട് വളരെ കമ്മിറ്റ്മെൻറ്റ് തരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പരിപൂർണമായിട്ടും ഒരു കമ്മിറ്റ്മെൻറ്റ് തരുന്ന രീതിയിൽ വളരെ സെക്യൂർഡ് ആയിട്ടുള്ള, ഈ ഒരു കീ കണ്ടാൽ അറിയാം, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള
ഒരു റിലേഷൻഷിപ്പ് ആക്കി ഇതിനെ മാറ്റണം എന്നുള്ളതാണ്. ഈ ഒരു പൂന്തോട്ടം പോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആക്കി, വളരെ സന്തോഷവും സമൃദ്ധിയും മനോഹാരിതയും ഒക്കെയുള്ള ഒരു റിലേഷൻഷിപ്പ് ആക്കി മാറ്റണം. അതുപോലെ തന്നെ വളരെ വിശ്വസ്തമായിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ആക്കി മാറ്റണം. വളരെ വിക്ടോറിയസ് ആയിട്ടുള്ള, വളരെ വിജയകരമായിട്ടുള്ളൊരു ബന്ധമാക്കി ഇതിനെ മാറ്റണമെന്ന് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായി ഇവിടെ വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ ദ ഡ്രീം ആണ്. അപ്പോൾ അവർ ഈ ഒരു സമയത്ത് അവർ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ ആയിരിക്കാൻ പോകുന്നത്. പലതരം വെല്ലുവിളികൾ, ഫാമിലിയുമായിട്ടുള്ള സാഹചര്യങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ തന്നെ ജോലിപരമായിട്ട് കരിയർ സംബന്ധമായിട്ടുള്ള വെല്ലുവിളികളോ, അവരുടെ ലൈഫിൽ കുറച്ച് റെസ്പോൺസിബിലിറ്റീസും ഉത്തരവാദിത്തങ്ങളും ഒക്കെ കൂടി ആ വെല്ലുവിളികളൊക്കെ അവർ ഫേസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും ഈ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചവർക്ക് ഒരു സ്വപ്ന ലോകത്ത് അവരിപ്പോഴും നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി കാണുന്നത് നിങ്ങളും ആ ഒരു പേഴ്സണും മാത്രമുള്ളൊരു ലോകം, ആ ഒരു സ്നേഹം, വളരെ ഇൻറ്റിമസിയോട് കൂടി, വളരെ മാനസികമായിട്ടുള്ള ഒരടുപ്പത്തോട് കൂടിയിട്ട്, ഇൻറ്റിമസിയോട് കൂടിയിട്ട്, വളരെ സ്ട്രോങ് ബോണ്ടോട് കൂടിയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് ഈ ഒരു വ്യക്തി ഇപ്പം ഡ്രീം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിനെ പോസിറ്റീവായിട്ട് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹാങ്ഡ് മാൻ ആണ്. പുതിയൊരു കാഴ്ചപ്പാടിലൂടെ ഈ ഒരു വ്യക്തി ഈ റിലേഷൻഷിപ്പിനെ കാണുന്നതായിട്ട് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ വ്യക്തി വിചാരിക്കുന്നത് ഇപ്പം വന്നിട്ടുള്ള ഈ ഒരു ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്, ഈ ഒരു അകൽച്ചയെന്ന് പറയുന്നത് ഈ റിലേഷൻഷിപ്പിനെ കൂടുതൽ മധുരതരമാക്കും, കൂടുതൽ ഇൻറ്റിമസി കൂടും, നിങ്ങളുടെ ഇടയിൽ കൂടുതൽ ഇൻറ്റിമസിക്ക് വഴിയൊരുക്കും. നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു വ്യക്തിയുടെ വാല്യൂവും ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ വാല്യൂവും നല്ല രീതിയിൽ തിരിച്ചറിയാൻ പറ്റുകയും കൂടുതൽ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം കൂടുതൽ ശക്തമാവുകയും ചെയ്യും എന്നാണ് ഈ ഒരു വ്യക്തി ഇപ്പം ആഗ്രഹിക്കുന്നതും ആ ഒരു വ്യക്തി അങ്ങനെ സ്വപ്നം കാണുന്നതും ചിന്തിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇടയിൽ ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡ് നിങ്ങളുടെ ബന്ധത്തെ കൂടുതൽ ഊഷ്മളമാക്കും എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അവർ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ 2 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്, ഔട്ട്സൈഡറാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. നിങ്ങളുമായിട്ടൊരു ഡിറ്റാച്ച്മെൻ്റ് എടുത്ത് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഈ വ്യക്തിക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല എന്നൊക്കെ ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ടുണ്ടാകണം. അപ്പോൾ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഔട്ട്സൈഡറായിട്ടായിരുന്നു ഇതുവരെ ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി ഈ ഒരു ഡിറ്റാച്ച്മെൻറ്റ്, ഈ ഒരു അകൽച്ചയ്ക്ക് ശേഷം ഇനി കണ്ടുമുട്ടുന്നത് വളരെയധികം രണ്ടുപേരും ഈക്വലായിട്ടുള്ള ഇമോഷൻസോട് കൂടിയിട്ട്, ഈക്വലായിട്ടുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട്, പരസ്പരമുള്ള വിശ്വാസത്തോടും പരസ്പരം ഈ ഒരു പേഴ്സണെ കൂടാതെ പറ്റില്ല എന്നുള്ള ഒരു ആഗ്രഹത്തോട് കൂടിയിട്ടും രണ്ടുപേരും ഈക്വലി കമ്മിറ്റഡ് ആയിട്ട്, ഈക്വലി ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സോൾമേറ്റ് കണക്ഷനായിട്ട്, വളരെ വിശ്വസ്തമായിട്ടുള്ളതും ലവിങ് ആയിട്ടുള്ളതുമായ ഒരു പാർട്ട്ണർഷിപ്പിലേക്ക്, ഒരു റിലേഷൻഷിപ്പിലേക്ക്, കമ്മിറ്റ്മെൻറ്റിലേക്ക് നിങ്ങൾ തമ്മിൽ ഇനി അങ്ങനെ ഒരു ബന്ധത്തിലേക്കാണ് പോകാൻ പോകുന്നത്. ഇനി കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു ബന്ധമാണ് നിങ്ങൾ തമ്മിൽ ഉള്ളത് എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വലിയൊരു മാറ്റം, വലിയൊരു ഷിഫ്റ്റ് വന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഒരു കപ്പിളായിട്ട്, ഒരു പ്യുവർ ലവിങ് കപ്പിളായിട്ട് നിങ്ങൾ മാറണം എന്നുള്ളതാണ് ആ വ്യക്തി ഇപ്പം ആഗ്രഹിക്കുന്നത്. അതുപോലെ ഇവിടെ ഡെത്ത് വന്നിട്ടുണ്ട്, പ്രൊജക്ഷൻസ് വന്നിട്ടുണ്ട്. അതായത് ഈ റിലേഷൻഷിപ്പിൽ ചില കാര്യങ്ങൾ അൺവാണ്ടഡ് ആയിട്ടുള്ള, ആവശ്യമില്ലാത്ത ചില വ്യക്തികളൊക്കെ ഇടപെടുന്നതായിട്ട് കാണുന്നുണ്ട്. അതല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്തകൾ, ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിച്ചെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നെഗറ്റീവ് സിറ്റുവേഷൻസ്, നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, നെഗറ്റീവായിട്ടുള്ള ചിന്തകളൊക്കെ അവരിവിടെ എൻഡ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നതായിട്ടുള്ള എല്ലാ നെഗറ്റീവ് സിറ്റുവേഷൻസിനെയും, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെയും അവരിവിടെ എൻഡ് ചെയ്യുന്നു. ഈ റിലേഷൻഷിപ്പിനെ ഇനി ഒരു പുതിയ ഉണർവോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് അവരിപ്പോൾ ചിന്തിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിനെ മോശമാക്കിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ മോശമാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെയൊക്കെ അവർ എൻഡ് ചെയ്തു. ഡെത്ത്, അതിനെയൊക്കെ അവസാനിപ്പിക്കണം, ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്തായാലും ഒരു ലവബിളായിട്ടുള്ള, ലവിങ്, ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള, വിശ്വാസയോഗ്യതയോട് കൂടിയിട്ടുള്ള വളരെ ലവിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിനാണ് ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഫീലിങ്സും ഒക്കെ അവർക്ക് തോന്നുന്നത്, നിങ്ങളോടൊരു ഫീലിങ്സൊക്കെ തോന്നുന്നത്. അതുപോലെ തന്നെ ഇവിടെ 6 ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇതുവരെ നിങ്ങളുടെ ഇടയിൽ
ഒരു പേഴ്സണാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുത്തുകൊണ്ടിരുന്നത്. എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച് വളരെ എഫേർട്ട് എടുത്തുകൊണ്ടിരുന്നത് ഒരു പേഴ്സൺ ആണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ആ വ്യക്തി ചിന്തിക്കുന്നത് ഇനി അങ്ങനെയല്ല, അതിന് പകരം 2 of Cupsൻ്റെ എനർജിയാണ്. അതായത് രണ്ടുപേരും ഈക്വലായിട്ട് എഫേർട്സ് എടുക്കണം, ഈക്വലായിട്ട് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം, ഈക്വലായിട്ട് ഇമോഷൻസ് കൈമാറണം, എല്ലാ കാര്യത്തിലും ഒരു ഈക്വാലിറ്റി വേണം എന്നാണ് ഈ വ്യക്തി ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നതും. അതിന് വേണ്ടിയിട്ടാണ് ആ വ്യക്തി ഇനി പരിശ്രമിക്കാനായിട്ട്, അല്ലെങ്കിൽ നെക്സ്റ്റ് ഫേസിലേക്ക് പരിശ്രമിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇന്നസെൻസ് ആണ്. ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ നിഷ്കളങ്കമായിട്ട്, സത്യസന്ധമായിട്ട്, ആത്മാർത്ഥമായിട്ട് തുടങ്ങണം എന്നാണ് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. അപ്പം നിങ്ങളിലേക്കും കൂടുതൽ ഇന്നസെൻ്റ് ആയിട്ട് ഈ ഒരു പേഴ്സൺ വരണം. കളങ്കമില്ലാതെ പൂർണ്ണമായിട്ടുള്ള സ്നേഹത്തോട് കൂടിയിട്ട്, ഒരു സെലിബ്രേഷനോട് കൂടിയിട്ട്, എപ്പോഴും സെലിബ്രേഷനും ഹാപ്പിനെസ്സും തരുന്ന ഒരു സന്തോഷകരമായിട്ടുള്ളൊരു ജീവിതം, പരസ്പരം സ്നേഹത്തോടെയും തുല്യതയോട് കൂടിയിട്ടും ഇമോഷണലിയും ഫിസിക്കലിയും എല്ലാ രീതിയിലും ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് ഈ റിലേഷൻഷിപ്പിൽ പോകണമെന്നാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. നിങ്ങളെക്കുറിച്ചും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചുമൊക്കെ അവരുടെ ഉള്ളിലെ ഫീലിങ്സ് വന്നിരിക്കുന്നത്. ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു റീഡിങ്ങിൽ നിന്ന് ക്ലെയിം ചെയ്ത് അട്രാക്റ്റ് ചെയ്യാവുന്നതാണ്. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരും ടാറോ കോഴ്സ് പഠിക്കാൻ താല്പര്യമുള്ളവരും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.